Hello, Dart Office. How can I help you? Okay. What is the issue, sir? Okay. No problem. I will inform the support team. Okay. So they will call you back. Thank you, sir. എന്താ കസ്റ്റമർ സപ്പോർട്ടിനെ വിളിച്ചതാണ്. അവർ USB കുത്തിയ സമയത്ത് വൈറസ് കയറി എന്ന് പറയുന്നുണ്ടായി. ഓക്കെ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. UAE നിയമപ്രകാരം 5 വർഷം വരെ നിങ്ങൾ നിങ്ങളുടെ ഡാറ്റ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് നിയമം. നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡാറ്റ ലോസ് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാ ബേസുകൾ ഡെയിലി ബാക്കപ്പുകൾ എടുക്കണം. ആ ബാക്കപ്പുകൾ നമ്മുടെ ഒരു എക്സ്റ്റേണൽ ഡിവൈസിൽ എടുത്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻസം വെയറുകളോ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള വൈറസ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബാക്കപ്പ് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ദിവസങ്ങളിലും ബാക്കപ്പ് എടുത്ത് എക്സ്റ്റേണൽ ഡിവൈസിൽ സ്റ്റോറേജ് ചെയ്യുന്നത് നിർബന്ധമാണ്. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാറ്റാ ബേസ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് ക്ലൗഡിലോട്ട് ബാക്കപ്പ് എടുത്ത് വെക്കാം. അതാണ് ഏറ്റവും സേഫസ്റ്റും സെക്യൂറായ മെത്തേഡ്. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡും അത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത ലിങ്കുകൾ, അത് സപ്പോസ് അത് മെയിലിൽ നിന്ന് വരാം അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്ന് വരാം. ഈ ലിങ്കുകളൊന്നും നിങ്ങളുടെ ഓഫീസ് സ്ഥാപനങ്ങളിൽ നിന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് ഓപ്പൺ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇപ്പം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ആദ്യം പറഞ്ഞ കാര്യം, നമ്മൾ ഡാറ്റാ ബേസ് ഒരു എക്സ്റ്റേണൽ ഡിവൈസിൽ എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സ്റ്റേണൽ ഡിവൈസുകൾ നിങ്ങൾ മാക്സിമം വേറൊരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാതിരിക്കാനോ വേറൊരു ഡാറ്റാ ഫയലുകൾ അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാനോ ശ്രമിക്കുക. കാരണം ഇതിൽ കൂടിയും നമുക്ക് വൈറസ് അറ്റാക്കുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ IT ഇൻഫ്രാസ്ട്രക്ചർ വെൽ മെയിൻറ്റെയിൻഡും അത് പീരിയോഡിക്കലി ചെക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അത് ചിലപ്പോൾ നിങ്ങൾക്കത് ചെറിയൊരു AMC ചാർജസ് ആയിരിക്കാം. പക്ഷേ അതിനേക്കാൾ മൂല്യമുള്ളതാണ് നിങ്ങളുടെ ഡാറ്റയും നിങ്ങളുടെ ഓപ്പറേഷൻസും. സോ നിങ്ങളത് നിങ്ങളുടെ IT ടീമായി ചെക്ക് ചെയ്ത് അത് കൺഫേം ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡു സബ്സ്ക്രൈബ് ഡാർട്ട്.